ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കേട്ടോളുകൾ വരും കേട്ടോ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളയിൽ വരും കേട്ടോ എന്ന അങ്ങയുടെ പഴയ പ്രസ്താവനയിൽ തന്നെ ഓർത്തെടുക്കുന്നതായിരിക്കും. ആ കേരളിന്റെ കുട്ടികളെ പോയി വീണ അതേ കുറ്റിക്കാട്ടിലേക്ക് തന്നെ കേട്ടോളിന്റെ തോൽവിക്കുകളും ഇളങ്കൽ സാഗരമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമാണ്. കേരളത്തിൽ CPM-കാരന്റെ സർക്കാർ സ്ഥാപിക്കുന്ന ആദ്യത്തെ തോൽവിക്ക് തകർക്കുവാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുണ്ട്. നിങ്ങൾ ഇത്തരം തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോ നാടുകളിൽ ശ്രീ പിണറായി വിജയനടക്കം ശ്രീ MV ഗോവിന്ദനടക്കം ഈ ജില്ലയിൽ നിന്നുള്ള CPM-ന്റെ നേതാക്കന്മാരെ വരെ നിങ്ങൾ ചൂലെടുത്ത് കല്ലെടുത്ത് ഈ നാട്ടിൽ നേരിടുന്ന സാഹചര്യം ഉണ്ടാകുവാൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രം മതി എന്നുള്ളത് ബോധ്യം ഇനിയുള്ള കാലത്തെ ഭരണത്തിൽ നിങ്ങൾക്കുണ്ടാകണമെന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവർ അനുസ്മരണ സംഗമത്തിൽ തുടങ്ങി അനുസ്മരണ സംഗമത്തിൽ അവസാനിക്കുന്ന പരിപാടികൾ. ഷുഹൈബിന് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടം ഷുഹൈബ് ഏറ്റെടുത്തിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും നടപ്പിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതെന്നുള്ള ചാരിതാർത്ഥ്യത്തോട് കൂടിയിട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങളെ ആ പ്രവർത്തനങ്ങളെ നാളെ കൊല്ലം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഓരോ അനുസ്മരണ സമ്മേളനങ്ങളും അത് മറ്റൊന്നും ഇല്ലാകട്ടെ, കൂത്തുപറമ്പിൽ നടന്നതാകട്ടെ, കഴിഞ്ഞ വർഷം പേരാവൂർ നടന്നതാകട്ടെ, ഇത്തവണ ഇരിക്കൂർ നടക്കുന്നതാകട്ടെ, അടുത്ത കൊല്ലങ്ങളിലും കണ്ണൂരിൽ നടക്കുന്ന ഓരോ അനുസ്മരണ സമ്മേളനങ്ങളും ഞങ്ങളെ തളർത്തുകയല്ല, കൂടുതൽ ആദർശത്തോടെ ഈ ഇടതുപക്ഷ നവാബന്മാർക്കെതിരായി അതിശക്തമായി പോരാട്ടം നയിച്ച ഈ നാടിനെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് മുന്നിൽ നിന്ന് നയിക്കുവാനുള്ള നിങ്ങളുടെ ദീപശിബിയായി നിങ്ങളുടെ കയ്യിലെ കത്തുന്ന വിളക്കായിട്ടാണ് ഷുഹൈബ് നിലനിൽക്കുന്നതെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എത്ര വിപ്ലവം എത്ര വന്നാലും തീരാത്ത ഒരു വീര്യമായി ഷുഹൈബ് ഈ നാട്ടിലെ ലക്ഷക്കണക്കിനായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ സമരവീര്യമായി കത്തിപ്പകരുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിലിരിക്കുന്ന മുഴുവൻ നേതാക്കന്മാരുടെയും പ്രിയപ്പെട്ട മുഹമ്മദ് അനുമാനത്തോടുകൂടി അനുസ്മരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്താലോചിച്ചു നിൽക്കുന്നു. ഞങ്ങളുടെ മുമ്പ് വിദേശ സർവകലാശാല എതിർത്തത് അത് UDF കൊണ്ടുവരുന്ന വിദേശ സർവകലാശാലയായിരുന്നു. ഞങ്ങൾ കൊണ്ടുവരുന്നത് വേറെ വിദേശ സർവകലാശാലയാണ്. അതെന്താ വ്യത്യാസം? ഞങ്ങൾ കൊണ്ടുവരുന്ന വിദേശ സർവകലാശാലയിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന വിദേശ സർവകലാശാലയിലേക്കുള്ള വ്യത്യാസം എന്താ? നിങ്ങൾ വിദേശ സർവകലാശാല കൊണ്ടുവരുന്നതും പിണറായി നിന്നാണ്. നിങ്ങളുടെ വിദേശ സർവകലാശാലയുടെ ആസ്ഥാനം ധർമ്മടം തന്നെയാണ്, അല്ലല്ലോ. അത് ഒരു കാലത്ത് രാഷ്ട്രീയത്തിന്റെ പേരിൽ മാത്രം കേരളത്തിൽ നിരവധി ചെറുപ്പക്കാർക്ക് അവസരം ലഭിക്കുമായിരുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തെ എതിർത്ത് ആ എതിർക്കുവാൻ വേണ്ടി നിരവധി ചെറുപ്പക്കാരുടെ കയ്യിലേക്ക് കൊടിയും മുദ്രാവാക്യങ്ങളുമായി തെരുവിലേക്ക് പറഞ്ഞയച്ച് ആ ചെറുപ്പക്കാരെ കൊലയ്ക്ക് കൊടുത്തതിനു ശേഷം ആ ചെറുപ്പക്കാരുടെ രക്തസാക്ഷിയുടെ വാർഷികത്തിലൂടെ തന്നെ ആ എതിർപ്പാശയങ്ങൾ നടപ്പിലാക്കുന്ന പാരമ്പര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്. ഞങ്ങളുടെ രക്തസാക്ഷികളേക്ക് അങ്ങേയറ്റം നീതി പുലർത്തുന്നവരാണ്. ഞങ്ങളുടെ രക്തസാക്ഷികളെ ഞങ്ങൾ ചെറുപ്പക്കാർ രക്തസാക്ഷികളാകാൻ പോയ ഒരു രാഷ്ട്രീയത്തോടും ഇന്നത്തെ ദിവസം വരെ സന്ധി ചെയ്യുവാനോ സമരസ ചെയ്യാനോ ഞങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഏതൊരു രക്തസാക്ഷിയുടെ വീട്ടിലേക്കും ഏത് സമയത്തും ധൈര്യത്തോടുകൂടി തലയിലേക്ക് പിടിച്ചിരുന്ന് ഞങ്ങൾക്ക് കടന്നു ചെല്ലാനുള്ള ഇച്ഛാശക്തി നിന്നു. നിങ്ങൾക്ക് കഴിയുമോ? ഈ നാട്ടിലെ CPM നേതാക്കന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അന്തസ്സോടെ അഭിമാനബോധത്തോടെ തലയിലേക്ക് പിടിച്ച ശിവന്റെ വീട്ടിലേക്ക് പോകാം, റോഷന്റെ വീട്ടിലേക്ക് പോകാം, രാജീവിന്റെ വീട്ടിലേക്ക് പോകാം, ഇഷ്ടന്റെ വീട്ടിലേക്ക് പോകാം. നിങ്ങൾക്ക് പിന്നെ ഉറപ്പില്ലാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് ഏത് വീട്ടിലേക്കും കയറി ചെല്ലാം. പക്ഷേ ആ കുടുംബങ്ങൾ നിങ്ങളെ പ്രാപിയാലുണ്ടല്ലോ, ആ ശാപത്തിൽ നിങ്ങൾ വെള്ളിയാകുന്ന സാമ്രാജ്യനെ നിങ്ങൾക്കുള്ളൂ ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കുമെന്നാണ്. നിങ്ങളെ നന്നാക്കുമെന്നും ഞങ്ങളുടെ നിങ്ങളെ നന്നാക്കണമെന്നുള്ള ഒരു താല്പര്യം നിങ്ങൾക്ക്. നിങ്ങളിങ്ങനെ തന്നെ പോയാലും നിങ്ങളിങ്ങനെ മുന്നേ പോയി ഈ നാട്ടിലെ ജനങ്ങൾ ഞങ്ങൾ പല സംസ്ഥാനത്തും അധികാരത്തിൽ നിന്ന് പോയിട്ട് കയ്യേറ്റങ്ങളിൽ ഡൽഹിയിൽ നിങ്ങൾ അധികാരത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ആളുകളാണ്. ഡൽഹിയിൽ അധികാരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോഴും ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് ആത്മാഭിമാനമുണ്ട്. ഞങ്ങൾ ഇവർക്ക് ഒരു രാഷ്ട്രീയത്തോടും സമരസം ചെയ്തിട്ട് സന്ധി ചെയ്തിട്ട് അധികാരത്തിന്റെ ഇടനാഴികൾ പിടിച്ചെടുക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും ഞങ്ങൾ ജനങ്ങൾ തോൽപ്പിച്ചിട്ടുണ്ട് സംഭവിച്ചു. പക്ഷേ
ജനങ്ങൾ നിങ്ങളെ കല്ലെറിഞ്ഞ് ഓടിച്ചിട്ടില്ല എന്നുള്ളത് ബോധ്യം നിങ്ങൾക്കുണ്ട്. ബംഗാൾ നിങ്ങളെ വിളിക്കുന്നത്, ബംഗാളിലെ ജനങ്ങൾ നിങ്ങൾ നിരവധി കാലം പതിറ്റാണ്ടുകളോളം നിങ്ങൾ അധികാരത്തിൽ നിന്ന് ബംഗാളിൽ നിങ്ങളെ ജനങ്ങൾ തോൽപ്പിക്കുക മാത്രമല്ല കല്ലെറിഞ്ഞ് ഓടിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. ത്രിപുരയിൽ നിങ്ങളോട് എന്താ ചെയ്തത്? നിരവധി കാലം നിരവധി പതിറ്റാണ്ടുകാലം നിങ്ങൾ അധികാരത്തിലിരുന്ന ത്രിപുരയിൽ ജനങ്ങൾ നിങ്ങളെ കല്ലെറിഞ്ഞ് കുട്ടിക്കാട്ടിലേക്ക് ഓടിക്കുകയായിരുന്നു എന്ന ഓർമ്മ കേരളത്തിലെ സഖാക്കന്മാർക്കുണ്ടാകും. ഇന്നുപോലും നിങ്ങളുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് നാളുകളിൽ നിങ്ങളെ കല്ലെറിഞ്ഞ് ഏതോ കാട്ടിലേക്ക് ഓടിക്കിടാൻ പോകുന്ന മറ്റൊരു തീരുമാനമാണ്. ഈ മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിലെ കിട്ടിയ റോഡുകളിൽ ടോൾ ബൂത്തുകൾ അതേ നേതാക്കന്മാർ തന്നെയാണ് പി ചന്ദ്രശേഖരനെ കൊല്ലുവാനുള്ള തൊഴിലാളികളെ ഒളിപ്പിച്ചു കടത്തിയത്. അതേ നേതാക്കന്മാർ തന്നെയാണ് ഷുക്കൂറിനെ അടമയച്ചു കൊടുത്ത് കൊല്ലാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതെല്ലാം ചെയ്യുന്ന ഓരോ നേതാക്കന്മാർ തന്നെയാണ്. ആ നേതാക്കന്മാരോട് കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളി സംഘത്തെ നയിക്കുന്ന നേതാക്കന്മാരോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാലവും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന അഹങ്കാരത്തിൽ എല്ലാ കാലവും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ കൈകാര്യം ചെയ്യുന്നത് നിങ്ങളുടെ ഉദ്യോഗസ്ഥ സംഘടനയിൽപ്പെട്ടവരെ ഇല്ലാത്തന്മാരാണ് എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ഈ തൊഴിലാളി കൊലപാതക വാറന്റുകൾക്കെല്ലാം നിങ്ങളൊക്കെ വയ്ക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആ കൊലപാതക രാഷ്ട്രീയത്തിന്റെ അന്ത്യം 2026 മെയ് മാസത്തോടുകൂടി ഈ കേരളത്തിലുണ്ടാകണമെന്നും ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ കുറ്റവാളിയായ ഏറ്റവും വലിയ രാഷ്ട്രീയ ക്രിമിനലായ മുഖ്യമന്ത്രി അധികാരം വിട്ട് താഴേക്ക് ഇറങ്ങുമ്പോ ഇന്നീ കൊലപാതകത്തിന് ഒത്താശ ചെയ്തവർ, ഇന്നീ കൊലപാതകം കൊണ്ട് ചിരിച്ചു നിന്നവർ, ഇന്നീ കൊലപാതകത്തിന് വേണ്ടുന്ന എല്ലാ ഉപചാര സംഘത്തെയും തയ്യാറാക്കിയവർ, ആ തയ്യാറാക്കിയവരെല്ലാം എന്നല്ലാതെ ഇരുമ്പഴിക്കുള്ളിൽ കടന്ന ജയിലറോട് മുന്നിൽ ഇതിനുള്ള കാലം അവസാനിപ്പിക്കുമെന്നുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീരുമാനമാണ്. ആ തീരുമാനം ഞങ്ങൾ നടപ്പിലാക്കുകയെന്ന് ചെയ്യും. അതിന്റെ തൊട്ടപ്പുറത്ത് പ്രദേശിന്റെ ശരത്രാമിന്റെ ആ മരണ വാറന്റിൽ ഒപ്പുവെച്ച MLA അടക്കമുള്ള ആളുകളെ ജയിലിലേക്ക് പറഞ്ഞയക്കുവാനുള്ള നിശ്ചയദാർഢ്യം കാണിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് ഈ ജില്ലയിൽ ഷുഹൈബിനെ കൊല്ലാൻ പില്ലങ്കരിയെ പറഞ്ഞയച്ചവർ, പില്ലങ്കരി മാത്രമല്ല പില്ലങ്കരിയെ പറഞ്ഞയച്ചവന്മാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നുള്ളത് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ എടുക്കുന്ന തീരുമാനം. ഞങ്ങൾ എല്ലാ കാലത്തും അതിനെ ഈ പ്രസ്ഥാനത്തിന്റെ രക്തസാക്ഷികളോട് എല്ലാ കാലത്തും നീതി പുലർത്തിയിട്ടുള്ള സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ്. അതല്ലാതെ ഓർക്കുന്നില്ലേ കൂത്തുപറമ്പിലെ വെടിവെയ്പ്പ്? ഇതിനായിരുന്നു കൂത്തുപറമ്പിൽ വെടിവെയ്പ്പുണ്ടായത്. ഷിബയും റോഷനും മതിയും അടക്കമുള്ള 5 ചെറുപ്പക്കാർ കൊല ചെയ്യപ്പെട്ടത് എന്ത് പശ്ചാത്തലത്തിലാണ്? ആര് പറഞ്ഞല്ലോ പുഷ്പനെ അറിയാമോ, പുഷ്പനെ അറിയാമെന്ന്. ഇപ്പൊ ഞങ്ങൾ തിരിച്ചു ചോദിക്കുന്നു, പുഷ്പനെ നിങ്ങൾക്ക് നന്നായി അറിയാം. ആ പുഷ്പനെ നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ആ പുഷ്പനെ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ മൃതാസന്നനായി കിടന്നൊരു മനുഷ്യനെ അയാളെ ചുറ്റും കൂടിയുന്ന വലയും ഗിത്താറുമായി ട്യൂഷൻ സംഗീതം വരെ നടത്തി പച്ചജീവനെ നിലവിൽ തവണ നിങ്ങൾ കൊല്ലാതെ വന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ പറയും ആ പുഷ്പകർ നിങ്ങൾ ചെയ്ത നീതിയാണ്. കൂത്തുപറമ്പിൽ പോലീസുകാരുടെ വെടിയേറ്റ് മറ്റൊന്ന് തകർന്നു വീഴുന്നതിനേക്കാൾ പുഷ്പത വേദനിച്ചിട്ടുണ്ടാവുക സ്വാശ്രയ കോളേജുകളിൽ സമരം ചെയ്ത അതേ പുഷ്പന്റെ വീടിന്റെ മുന്നിലൂടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പാർട്ടി സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ മെമ്പറുമായ ശ്രീ പിണറായി വിജയൻ തന്റെ മകളെ ഒരു സ്വാശ്രയ കോളേജിലേക്ക് പറഞ്ഞു